എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു എന്ന ഗാനത്തിൻ്റെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും അനുപല്ലവിയുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടും ചരണവും എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും അനുപല്ലവിയും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്താൽ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടും ചരണവുമായി. അപ്പോൾ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ ഇതിൽ ബെല്ലിൻ്റെ ടോൺസ് ഇൻട്രൊഡക്ഷൻ വായിച്ച അതേ ബെൽസിൻ്റെ ടോൺ അതിൽ വലിയ ഗാന്ധാരം ചേർത്തിട്ടുണ്ട് ചേഞ്ചിന് വേണ്ടി. അപ്പോൾ അത് സഗപദ സഗപദ അങ്ങനെ മുകളിലേക്ക് പോകും. ബേസിൽ നിന്ന് സഗപദ സഗപദ വലിയ വലിയ ഗ വരും. പമഗ സനിദ പ അവിടെ പമഗ സ വലിയ ഗ നിദ വലിയ നിദ പ. അപ്പൊ സഗപദ സഗപദ പമഗ സനിദ പ. ഇതിൽ ഗായും ദായും വലുതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലൂട്ടിൽ വരുമ്പോൾ ബെല്ലാണ് ടോൺ. കിട്ടില്ല, റേഞ്ച് കിട്ടില്ല. ഫ്ലൂട്ടിൽ ആ ദാ വരെ കിട്ടില്ല. അപ്പൊ എന്നിട്ട് വയലിൻസ് ഗ്രൂപ്പ് വയലിൻസ് മാധ പ മ പ ഗ മരി സഗരി സരി നി സദ മാധ മാധ ചെറുത മാധനിത പ മ പ പ ഗ പദ പ ഗ മ പ മരി പ ഗ മരി മാധനിത പ മ പദ പ ഗ മ പ മരി. പ്ലെയിനായിട്ട് പറയുമ്പോൾ മാധ പ മ പ ഗ മരി. ആ ദായിൽ മാധ ഗ്രേസ് നോട്ട് പ മ പ ഗ. ആ പായിൽ ഗ്രേസ് നോട്ട് പദ പ ഗ മരി മ പ മരി. പിന്നെ സ ഗ മ ഗ രി സ സ ഗ മ ഗ രി സ ദിഗരി നി സരി സ ദ. അവിടെ ഗ്രേസ് ഉണ്ട്. സ ഗ സ ഗ രി സ രി നി സ ദ. പക്ഷെ സ ഗ മ ഗ രി സ രി നി സ ദ. അപ്പൊ മാധ പ മ പ ഗ മരി സ ഗ മ രി സ രി നി സ ദ. ഒന്നുകൂടി പറയാം. മാധനിത പ മ പദ പ ഗ മ പ മരി സ ഗ മ ഗ രി സ രി ഗ രി നി സരി സ ദ. ഫ്ലൂട്ടിൽ വരുമ്പോൾ അതുകൊണ്ട് പദനി സരി ഗമ പദനി സരി ഗമ പദ ചെറുതാ തന്നെ പദനി സരി ഗമ പദനി സരി ഗമ പദനി സരി ഗമ പദനി സരി ഗമ വരിയാണത്. അപ്പം ആ വയലിന്റെ മൊത്തം വായിക്കാം. മൊത്തം കഴിയുമ്പോൾ ബെൽസും വൈബ്രോഫോൺ എന്ന് പറഞ്ഞ ടോൺ കൂടി. സ പനി മ പരി സ പനി മ പരി സ പനി മ പരി. ആ വയലിൻ കഴിഞ്ഞ് ഉടനെ അത് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലൂട്ട് വരും. ഫ്ലൂട്ട് ബേസ് ഫ്ലൂട്ട് തന്നെ. സഗരി സരി സ പ സ നി ദ നി ദ മ ദ പ മ പ മ ഗ രീ എന്നുള്ള സരി എന്ന് വരും. സരി സഗരി സരി സ
പസ നിധ നിധ മദ പമ പമഗ സഗരി സരി സ പസ നിധ നിധ മദ പമ പമഗ. സ്പീഡിൽ വരും. സരി സഗരി സരി സ പസ നിധ നിധ മദ പമ പമഗ. ഫ്ലൂട്ട് ഇങ്ങനെ വരും. ബേസ് ഫ്ലൂട്ടിൽ മുകളിലാണ് വായിക്കുന്നത്. ഒന്ന് വായിക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഗ്രൂപ്പ് വയലിൻസ്. നി സ ഗ മ ദ പ ഗ രി സ, നി സ ഗ മ ദ പ ഗ രി സ. അത് ചെറിയ ഗ ചെറിയ ദ. ആ അവസാനത്തെ നി സ ഗ മ ദ പ ഗ രി, ആ സായുടെ മുകളിൽ വൈബ്രഫോണും ബെൽസും കൂടി. സ ഗ പ നി സ ഗ പ നി. സ ഗ ചെറിയ ഗ പ നി ചെറിയ നീ തന്നെ. അങ്ങനെ വരും. അതിന്റെ എൻഡിൽ ഫ്ലൂട്ടിൽ ഒരു ചെറിയൊരു റൺ പോലെ വരും. സ ഗ പ നി പ മഗരി സനി 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 നി പ മഗരി സനി. സ്പീഡിൽ വരും. നി പ മഗരി സനി നി പ മഗരി സ ഗ പ നി പ മഗരി സനി. അനിയുടെ മുകളിൽ വരും. അപ്പൊ ഞാനിതിന്റെ ഫുൾ ബാക്ക്ഗ്രൗണ്ടും വായിക്കാൻ ശ്രമിക്കാം. ബെല്ല്, പിന്നെ വയലിൻ, പിന്നെ വീണ്ടും അതിൻ്റെ ഇടയ്ക്കൊരു ബെല്ല്, പിന്നെ ഫ്ലൂട്ട്, പിന്നെ വയലിൻ, പിന്നെ ലാസ്റ്റ് ബെല്ലും, പിന്നെ എൻഡിൽ ഫ്ലൂട്ടും. 1 2 3 4. അത് ഒരു റേഞ്ച് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരും. ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഒന്നിട്ട് വായിക്കാം. അവിടെയാണ് അനുപല്ലവി രജതരേഖകൾ എന്ന് വരിക. അപ്പൊ അനുപല്ലവിക്ക് വരുമ്പോ രജതരേഖകൾ നിഴൽ പാകി നിമപ്പ രജതരേഖകൾ നീമ പസ രജതരേഖകൾ നിഴലുകൾ പാകി ദിശ സാരി നിസ സാ എന്നുള്ള നീ തുടങ്ങും.
നിഴലുകൾ നിസ സാ 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 സാരി സനി പാകി നീമപ്പ ആ നീ തുടങ്ങി പഞ്ചമന്ന നീമപ്പ സാ 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 നീ സാ 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 സാരി സനി രജതരേഖകൾ നിഴലുകൾ പാടി രജനീഗന്ധികൾ നിനി സരി രജനീഗന്ധികൾ പുഞ്ചിരി തൂകി നിസരിഗരി സരി നിസ നിസരിഗ സ്പീഡ് നിസരിഗരി സ പുഞ്ചിരി തൂകി നിസ നിസരിഗരി സരി നിസ പുഞ്ചിരി തൂകി നിനി സരി സ രജനീഗന്ധികൾ നിസരിഗരി സരി നിസ പുഞ്ചിരി തൂകി അപ്പൊ രചയിതാരേഖകൾ എന്നുള്ള തുടങ്ങി 2 ലൈൻ ഞാൻ വായിക്കാം. അതൊരു പ്രാവശ്യം കഴിഞ്ഞിട്ട് ഫ്ലൂട്ടിൽ ഒരു ലിങ്ക് വരും. വൺ സരി ഗ സരി സ സാ വൺ സരി ഗ സരി സ സാ എന്ന് വരും. ഒന്നൊരു വായിക്കാം. അത് ബേസ് ഫ്ലൂട്ടിൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും രചയിതാരേഖകൾ വരിക. അപ്പൊ ആ ലിങ്ക് കഴിഞ്ഞിട്ട് വീണ്ടും വരും. അത് അങ്ങനെ 2 തവണ ഒന്ന് കഴിഞ്ഞിട്ട് ലിങ്ക് വന്നിട്ട് വീണ്ടും വന്നു. അതിന് ഈ നീലാവിൻ നീലഞ്ഞൊറികളിൽ ഈ നീലാവിൻ സനിദാദാദാദ സനിദാദാദാദ ഈ നീലാവിൻ സനിദാദാദാദാപ നീല സനിദ ഞൊറികളിൽ എൻ്റെ ഒരു പായിലേക്ക് ടച്ച് വരും. സനിദ സനിദ ഒന്നുകൂടി. ഓമനേമൻ പാവാട ഇളകി ഓമനേ നിൻ പദനി പാപ മാമ പ ഓമനേ നിൻ പദനി പാപ മാമ പ ഗമ ഗ ഗ ഗ ഗ ഗ പാവാട ഇളകി ഗമ ഗ ഗ ഗ ഗ ഗ പദനി പപ്പ മമ പ ഗമ ഗ ഗ ഗ ഗ ഗ. അതൊരു തവണയേ ഉള്ളൂ. കൊഴിഞ്ഞ ദിനത്തിൻ ഇതളുകൾ പോലെ
നീ കൊഴിഞ്ഞ ദിനത്തിൽ ആ രീ എടുക്കണം നീന നിരീരീരീരീരീ കൊഴിഞ്ഞ ദിനത്തിൻ ജീമാദാനി അവിടെ വലിയതാവും ജീമാദാനി പനിപമക പോലെ പനിപമകാരി പനിപമകാരി രീമാദാനി പനിപമകാരി ഇതളുകൾ പോലെ കൊഴിഞ്ഞ ദിനത്തിൻ ഇതളുകൾ പോലെ രീമാദാനി പനിപമകാരി വായിക്കാം. അകന്നുവോ നിൻ ഗരിസനിദാ ആ ഗാ എടുക്കണം താഴത്തെ പഞ്ചപത്ന പകരിസനിദാ പകരിസനിദാ ഹാഫ് നോട്ടാണ് പകരിസനിദാ പൂമ്പട്ടു തീരകൾ ധനിസനി സ പൂമ്പട്ടു ധനിസനി തീരകൾ സ ധനിസനി സ പൂമ്പട്ടു തീരകൾ അകന്നു പോനിൻ പൂമ്പട്ടു തീരകൾ ഗരി സദാ ധനിസനി സ അപ്പൊ കൊഴിഞ്ഞ ദിനത്തിൻ ഇതളുകൾ പോലെ അകന്നുവോ നിൻ പൂമ്പട്ടു തീരകൾ ഈ നീലാവിൻ അവിടെ തൊട്ട് വായിക്കാം. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു വയലിൻ്റെ ഒരു ലിങ്ക് മ്യൂസിക് വരും. വയലിനും ഫ്ലൂട്ടും വൈബ്രോഫോണും ബെല്ലും വരും. അപ്പോൾ വയലിൻ പൂമ്പട്ടു തിരകൾ ധനിസനിസ ആദ്യം വയലിൻ ധനിസനിസായിട്ടും താഴെ പിന്നെ മിഡില് ധനിസനിസ പിന്നെ ഏറ്റവും ഹൈ ധനിസനിസ അങ്ങനെ 3 റേഞ്ചിൽ 3 സ്ഥായിയിൽ 3 ഒക്ടേവിൽ വരും. ഫ്ലൂട്ടിൽ വായിക്കാൻ പറ്റില്ല. വായിക്ക്. അപ്പൊ ധനിസനിസ ആ സായുടെ മുകളിൽ ഫ്ലൂട്ട് സാഗപദ എന്ന് വായിക്കും. ധനിസനി സഗപദ ധനിസനി സഗപദ ആ രണ്ടാമത്തെ സഗപദ ബെൽസും വൈബ്രോഫോണും കൂടി വായിക്കും. പിന്നെ മൂന്നാമത്തെ ധനിസനിസ പനിസ അത് 1 2 ധനിസനിസ പനിസ എന്ന് ബെല്ല് വരും പാട്ടെടുക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ മൊത്തം ഒന്ന് വായിച്ചു നോക്കാം. അതിലൂടെ ഫ്ലൂട്ടും ബെല്ലൊക്കെ ചേർന്ന്
ഇലഞ്ഞിപ്പൂമണ ഒഴുകി വരും എന്നൊരു വായിക്കാം. വൺ ഇലഞ്ഞിപ്പൂമണ ഒഴുകി വരും. ഇപ്പം ഞാൻ ഇതിൻ്റെ അനുപല്ലവി 2 പ്രാവശ്യം രചയിതാക്കളും 1 പ്രാവശ്യം പാടി, ലിങ്ക് വന്ന് വീണ്ടും പാടി, പിന്നെ ഈ നിലാവ് അങ്ങനെ വരും. അത് അതിൻ്റെ ഓർഡറിൽ വായിക്കാം. അത് കഴിഞ്ഞിട്ട് പല്ലവി, ഒരു ഫുൾ പല്ലവിയും ഫസ്റ്റ് ലൈനും വരും. അപ്പോൾ രചയിതാക്കൾ അനുപല്ലവി വായിക്കാം. അത് തന്നെയാണ് ചരണം. 1 2 3 4. ഇതാണ് ഇതിൻ്റെ അനുപല്ലവിയും ചരണവും. പിന്നെ ഇടയ്ക്കുള്ള പല്ലവിയും. സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട് ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ട് ചരണം സെയിം അനുപല്ലവിയുടെ സ്വരങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഇടയ്ക്കുള്ള പല്ലവി പോലെ തന്നെ ഒരു ഫുൾ പല്ലവി വന്നിട്ട് 4 ലൈൻ വന്നിട്ട് ആദ്യത്തെ ഇലഞ്ഞിപ്പൂമണമൊഴുകി വരും, അവിടെ പാട്ട് തീരും. അപ്പോൾ ഇതെല്ലാവർക്കും പരിപൂർണമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇത് എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കണം. നമ്മുടെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കണം. ഇതിൻ്റെ വിജയം നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ നിങ്ങൾ ഇത് വിജയിപ്പിച്ചാലാണ് എനിക്ക് ഇത് തുടർന്ന് നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. വളരെയധികം സപ്പോർട്ട് ചെയ്ത് ഈ പ്രോഗ്രാം വിജയിപ്പിക്കണം എന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ പൂർണ്ണരൂപവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.